എപ്പിസോഡ് 2 സത്യവതി. ഓരോ തീരുമാനത്തിന്റെയും പിന്നിൽ ഒരു കഥയുണ്ട്. നമസ്കാരം. ഇന്നർ മഹാഭാരതത്തിന്റെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് വ്യാസനെയായിരുന്നു. വ്യാസൻ നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു. ഒരു മനുഷ്യനെ വിലയിരുത്തുന്നതിനു മുമ്പേ അവന്റെ കഥ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇന്ന് അങ്ങനെയൊരു കഥയിലേക്ക് നമുക്ക് പോകാം. സത്യവതി. മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് സത്യവതി. പക്ഷേ അവളെക്കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാറില്ല. പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് അവൾ രാജ്ഞിയായി. അവളുടെ ഒരു തീരുമാനമാണ് ഭീഷ്മന്റെ പ്രതിജ്ഞയ്ക്ക് കാരണമായത്. അതിനുശേഷം മഹാഭാരതത്തിന്റെ കഥ മാറി. ഇത്രയൊക്കെയാണ്. പക്ഷേ വ്യാസൻ അത്രമാത്രം പറയുന്നില്ല. അദ്ദേഹം നമ്മളെ സത്യവതിയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. സത്യവതി ഒരു രാജകുടുംബത്തിൽ ജനിച്ചവളല്ല. ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകളായിരുന്നു. ജീവിതം അവളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു കാര്യം പഠിപ്പിച്ചിരിക്കാം. ജീവിതത്തിൽ ഉറപ്പുകൾ വളരെ കുറവാണ്. ഒരു ദിവസം ശാന്തനു മഹാരാജാവ് അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ അച്ഛൻ ഒരു നിബന്ധന വെച്ചു. സത്യവതിയുടെ മകനാണ് രാജാവാകേണ്ടത്. ആദ്യമായി കേൾക്കുമ്പോൾ അത് അത്യാഗ്രഹമായി തോന്നാം, അധികാരമോഹമായി തോന്നാം. പക്ഷേ അത് മാത്രമാണോ സത്യം? ഒരച്ഛൻ മകളുടെ ഭാവി സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിച്ചതാകാമോ? ഒരു അമ്മ തന്റെ മക്കൾ താൻ അനുഭവിച്ച ജീവിതം അനുഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചതാകാമോ? ഒരു സ്ത്രീ തനിക്കും തന്റെ കുടുംബത്തിനും ഒരു ഉറച്ച സ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ചതാകാമോ? നമുക്കറിയില്ല. വ്യാസനും ഒരു ഉത്തരവും പറയുന്നില്ല. അദ്ദേഹം നമ്മളെ വിധി പറയാൻ പഠിപ്പിക്കുന്നില്ല, ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ്. ആ ഒരു തീരുമാനം ദേവവ്രതനെ ഭീഷ്മനാക്കി. ഒരു തീരുമാനം, ഒരു പ്രതിജ്ഞ, ഒരു കുടുംബത്തിന്റെ മാത്രം കഥ മാറ്റിയില്ല, ഒരു രാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറ്റി. സത്യവതിയുടെ കഥ വായിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാറില്ലേ? ഒരു അച്ഛൻ മകനോട് പറയുന്നു, ഡോക്ടർ ആകണം നീ, ഇല്ലെങ്കിൽ എഞ്ചിനീയർ ആകണം നീ. അത് പ്രശസ്തിക്ക് വേണ്ടിയായിരിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ മകൻ സുരക്ഷിതമായ ജീവിതം നയിക്കണം എന്ന ആഗ്രഹമായിരിക്കുമോ? ഒരു അമ്മ സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നു. അത് ബലഹീനതയാണോ? അല്ലെങ്കിൽ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വമാണോ? ഒരാൾ ഇഷ്ടമില്ലാതെ ജോലിയിൽ വർഷങ്ങളോളം തുടരുന്നു. അത് ധൈര്യമില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ വീട്ടിലെ ബാധ്യതകൾ കൊണ്ടാണോ? ഒരേ തീരുമാനത്തിന് പല കഥകൾ ഉണ്ടായിരിക്കും. പുറത്തു നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് തീരുമാനം മാത്രമാണ്. പക്ഷേ അതിനടിയിൽ പ്രതീക്ഷകളും ഉത്തരവാദിത്വങ്ങളും ഭയങ്ങളും സ്നേഹവും ജീവിതാനുഭവങ്ങളും എല്ലാം ഉണ്ടാകാം. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിന്റെ പേര് ദ റൂട്ട്സ്, വേരുകൾ. വേരുകൾ കാണാതെ ഇലകളെ മാത്രം നോക്കിയാൽ മരത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ ഒരു തീരുമാനം മാത്രം നോക്കിയാൽ ഒരു മനുഷ്യനെയും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. ഒരു പക്ഷേ സത്യവതി നമ്മളെ പഠിപ്പിക്കുന്നതും ഇതായിരിക്കാം. ഒരു തീരുമാനത്തെ മനസ്സിലാക്കണമെങ്കിൽ ആ തീരുമാനത്തിന്റെ പിന്നിലെ ജീവിതം മനസ്സിലാക്കണം. ഇന്നത്തേക്ക് ഞാൻ നിങ്ങളെ ഒരു ചോദ്യവുമായി വിടുകയാണ്. ഉത്തരം കണ്ടെത്താൻ വേണ്ടിയല്ല, കുറച്ചു സമയം അതിനൊപ്പം ഇരിക്കാൻ മാത്രം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്ത ഒരു പ്രധാന തീരുമാനം ഓർക്കൂ. ജോലി, വിവാഹം, ഒരു നഗരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിയത്, ഒരു അവസരം സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഒരു അവസരം വേണ്ടെന്ന് വെച്ചത്. ഇപ്പോൾ ഒരേ ഒരു ചോദ്യം ചോദിക്കൂ. ആ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ എന്താണ് സംരക്ഷിക്കാൻ ശ്രമിച്ചത്? ഒരു സ്വപ്നമോ, ഒരു ബന്ധമോ, ഒരു ഉത്തരവാദിത്വമോ, ഒരു സുരക്ഷിതത്വമോ? വിധി പറയണ്ട, വെറുതെ ശ്രദ്ധിക്കൂ. കാരണം നമ്മുടെ തീരുമാനങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെയും മനസ്സിലാക്കാൻ തുടങ്ങും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.